പ്രഖ്യാപിച്ചിക്കണോ? അതെന്താ ചേച്ചി അവധി? അവിടെ കനത്ത മഴ എത്ര, അതിനെ തുടർന്നിട്ട് അവിടെ അവധി പ്രഖ്യാപിച്ചു. നമ്മളിവിടെ ഉണ്ടോ നോക്കട്ടെ. ആ റിമോട്ടും തന്നെ. ഞാൻ മാറ്റാൻ തരൂല ചേച്ചി. ഞങ്ങള് ടോമാഞ്ചേരി കാണല്ലേ. ചേച്ചി കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടോളുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് താ പാറു. ഇല്ല ഞാൻ തരൂല. എന്റെ ചേച്ചി ഇവിടെ ഒരു വാക്ക്. നാളെ ക്ലാസ് ഇല്ലാന്ന് ടിവിയിലൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് വിളിച്ചിരുന്നു. അതൊന്ന് നോക്കാൻ വേണ്ടിട്ട് അവളോട് റിമോട്ട് തരാൻ പറഞ്ഞിട്ട് അവര് തരുന്നില്ല. ഓല് കുട്ടികളല്ലേ ചേച്ചി, ഓല് കണ്ടോട്ടെ. അപ്പൊ നിനക്ക് നാളെ സ്കൂൾ ഉണ്ടോന്ന് അറിയണ്ടേ? നിനക്ക് പോണോ? എനിക്ക് പോണ്ട. എന്നെ വേഗം മേടിച്ചോളിട്ട് നോക്കിയോക്കെ. അതിനല്ലേ ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഇനി അമ്മ എപ്പോഴാ വരിക? അമ്മ കൊല്ലത്തേക്ക് ജോലിന്റെ ആവശ്യത്തിന് പോയതല്ലേ, അമ്മ നാളെ എത്തുക. അമ്മനെ കാണാനായിട്ട് നല്ല സങ്കടമുണ്ട്. അതിനെന്താ നാളെ വരുമല്ലോ. അമ്മ ഇനി നാളെയല്ലേ വരിക? എനിക്ക് അമ്മേനെ എപ്പോ കാണണം. നീ എന്തിനാ അമ്മനെ കുറിച്ചൊക്കെ ഇവിടുന്ന് ചോദിക്കാൻ എന്നോട് കേൾക്കുന്ന എനിക്കറിയില്ലേ? അയ്യോ ഞാൻ മറന്നു ചേച്ചി. ഇനി അവളെ സമാധാനപ്പെടുത്തിക്കൊല്ലേ, ഒരു രക്ഷയുണ്ടാവില്ല. അതേ കരണ് കുളിച്ചോളൂ. അത് പിന്നെ പാറൂസേ, അമ്മ മുട്ടായി മേടിച്ചാൽ വെക്കല്ലേ. അമ്മ കുറച്ച് കഴിയുമ്പത്തിന് വരും കേട്ടോ. അല്ല ചേച്ചി വേറെ എന്താല്ലേ പറഞ്ഞീന്ന്? ചേച്ചിനോട് വെറുതെ പറഞ്ഞതാട്ടോ. അമ്മ മുട്ടായി മേടിച്ചാൽ വെക്കാണ്. ആണോ? എന്നിട്ട് എനിക്ക് വരുമ്പോ കിൻഡർ ജോയ് കൊണ്ടുവരോ? കൊണ്ടുട്ടോ. അമ്മനോട് കൊണ്ടുവരാൻ പറയട്ടെ ചേച്ചി. എനിക്കും വേണം, അല്ലെങ്കിൽ ഞാനും തരും. കൊണ്ടുവരാൻ പറയാം. എന്നാ ന്യൂസ് വെക്കാനായിട്ട് എന്നാലും കൊണ്ടുവരാൻ പറയുള്ളൂ. എന്നാ ചേച്ചി വെച്ചോ. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം. ഇപ്പൊ വരുന്ന വാർത്തയാണ്. എറണാകുളം, ആലപ്പുഴ, കൊച്ചി എന്നീ ജില്ലകളിൽ മഴയോടനുബന്ധിച്ച് നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. അയ്യോ ചേച്ചി, മലപ്പുറത്തിന് അവധിയൊന്നുമില്ലേ? അതിന് ഞാൻ നോക്കണേ. മലപ്പുറത്തിന് അവധിയൊന്നും കാണാനില്ലല്ലോ. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം. കൊച്ചിയിൽ ഇന്ന് എന്താണ് ഉണ്ടായത്? കൊച്ചിയിൽ ഇന്ന് നടന്നത് രവി ഇവിടെ സംസാരിക്കുന്നതായിരിക്കും. വിസ്മയ, ഇന്നിവിടെ നടന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. കൊച്ചിയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ അപകടത്തിൽപ്പെട്ട് 100 പേർക്ക് പരിക്കും 200 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അയ്യോ ലച്ചു, എന്താ നമ്മൾ കേൾക്കണേ? നമ്മളമ്മ കൊച്ചിയിലേക്ക് ട്രെയിനിൽ പോയതല്ലേ? അമ്മ പോയ ട്രെയിനാണോ അപകടത്തിൽപ്പെട്ടത്? അയ്യോ ചേച്ചി, എനിക്കറിയില്ല. എനിക്ക് പേടിയാവുന്നു. ചേച്ചി നമ്മക്ക് വിളിച്ചോക്കിയേ. അയ്യോ അമ്മ ഇവിടെ ഫോൺ വെച്ചിട്ടില്ലല്ലോ. അമ്മ പോയപ്പോ ഫോൺ കൊണ്ടല്ലേ പോയത്. നമ്മള് ഫോണിന് തല്ലുവിടുന്ന പറഞ്ഞിട്ട് അമ്മ പോയപ്പോ ഫോൺ കൊണ്ടാ പോയേ. എന്താ ചേച്ചി പറയുന്നേ? ഒന്നുമില്ല വിഷ്ണു. ഇനി നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? ആരോടെ വിളിച്ചു ചോദിക്കാ? ഇന്നത്തെ വാർത്തകൾ വിശദമായി. മക്കളെ, ആരെ വിളിക്കണേ? അമ്മമ്മയായിരുന്നു. ഞങ്ങൾ പേടിച്ചുപോയി. അമ്മമ്മ ടിവിയിൽ എന്തൊക്കെ ന്യൂസ് കേൾക്കുന്നു? ഉള്ളതാണോ? അതെ മക്കളെ, അമ്മ പോയ ട്രെയിന് അപകടത്തിൽപ്പെട്ടു. അയ്യോ, എന്നിട്ട് അമ്മക്ക് എന്തെങ്കിലും പറ്റിയോ? അറിയില്ല മക്കളെ. അച്ഛനോട് അമ്മമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അച്ഛനിപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ട്. അയ്യോ, എന്റെ അമ്മക്ക് എന്തെങ്കിലും പറ്റിയാണോ? 200 പേര് മരിച്ചുകൊള്ളു പറയണ അമ്മമ്മേ. മക്കളെ, അതെന്നെ പറയുന്നത്. അമ്മമ്മക്കാണെങ്കിലോ നേരെ നിൽക്കാനും വയ്യ. കൈയും കാലൊക്കെ കുഴഞ്ഞു പോണം. ഇനി അമ്മമ്മയും കൂടി തളരരുത് അമ്മമ്മേ. അപ്പൊ ഞങ്ങൾക്ക് ആരും ഉണ്ടാവില്ല. അമ്മക്കൊന്നും പറ്റൂല മക്കളെ. എന്റെ അമ്മ എടുത്തു. എനിക്ക് എന്റെ അമ്മനെ കാണണം. അയ്യോ, ഇനി എന്ത് ചെയ്യും അമ്മമ്മേ? അവരാണെങ്കിലും നേരത്തെ തുടങ്ങിയത് അമ്മനെ കാണണം എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഇനി അവരോട് നമ്മൾ എന്ത് പറയും? അമ്മ ഇപ്പൊ വരൂട്ട മക്കളെ. അമ്മനോട് വേഗം വരാൻ പറഞ്ഞിട്ട് അമ്മനെ ഇപ്പൊ കാണണം. അമ്മ ജോലിന്റെ ആവശ്യത്തിന് പോയതല്ലേ, ഇപ്പൊ വരൂട്ടോ. അല്ല, അമ്മ മുട്ടായി മേടിച്ചാൻ പോയതാണ്. ചേച്ചി അങ്ങനെയാണല്ലോ പറഞ്ഞേ. അമ്മമ്മ മറന്നതാണ്. അമ്മ മുട്ടായി മേടിച്ചാൻ പോയതാട്ടോ. അല്ല, അമ്മമ്മ കള്ളം പറയാ. അല്ല മക്കളെ, അമ്മ മുട്ടായി മേടിച്ചാൻ തന്നെ പോയത്. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കാകെ കഴിഞ്ഞു ചേച്ചി. നീ സങ്കടപ്പെടണ്ടടി. അമ്മക്കൊന്നും പറ്റൂല. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ശരി ചേച്ചി. മക്കളെന്തേലും ഫുഡ് കഴിച്ചോ? ഇല്ല അമ്മമ്മ, അവരൊന്നും കഴിച്ചിട്ടില്ല. അമ്മ വന്നിട്ടുള്ളൂ തിന്നാന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ കൊറേ കൊടുക്കാൻ നോക്കി. അവര് വാ വിളിക്കണ്ടേ? അമ്മ വാരി കൊടുത്താലുള്ള തിന്നാനാ പറയണേ. ഇനി എന്റെ മക്കൾ എന്ത് കാട്ടും? അവരുടെ അമ്മക്കൊന്നും വരുത്തരുത് ദൈവമേ. ഈ 4 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേറെ ആരും ഉണ്ടാവില്ല. അമ്മേ. മോനെ, നീ വന്നോ? എന്തായി കാര്യങ്ങൾ? അത് പിന്നെ അമ്മേ. ഒന്ന് ബേജാറാക്കാതെ കാര്യം പറയടാ. അമ്മേ, അവളിപ്പോ ഗുരുതരാവസ്ഥയിലാണുള്ളത്. അയ്യോ എന്റെ അമ്മ. മോനെ, ഇനി നമ്മൾ എന്ത് ചെയ്യടാ? സാരല്ല അമ്മേ, അവളിപ്പോ ഹോസ്പിറ്റലിലുണ്ട്. ഭേദാവുന്ന ഡോക്ടർമാര് പറയണത്. വേറെ 200 ആൾക്കാർ മരിച്ചു പോയില്ലേ? അവളെ നമുക്ക് തിരിച്ചിട്ടില്ലേ? അതിന്റെ വലിയ കാര്യല്ലേ. ഇനി നമുക്ക് ഹോസ്പിറ്റലിലത്തെ കാര്യം നോക്കാം. മോനെ, അതിലില്ലാത്ത തന്നെ വലിയ കാര്യമായി പോയി. ഞങ്ങൾ ഇവിടെ നിന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടു. മക്കളെ, അമ്മക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മനെ ഇനി ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് മാറ്റിയെടുക്കാട്ടോ. അമ്മേന്റെ അടുത്തേക്ക് പോകാൻ പറ്റാച്ചാ? ഇല്ല മക്കളെ, ഇപ്പൊ അവിടേക്ക് ആരും കയറ്റൂല. അതാ അച്ഛൻ ഇങ്ങോട്ട് പോന്നേ. കുറച്ച് കഴിയുമ്പോ ചെല്ലാം. ഇനി മോളെ, അമ്മ ഇപ്പൊ വരൂട്ടോ. അമ്മക്ക് വാവുമായിട്ട് സൂചി വെക്കാൻ പോയിക്കാട്ടോ. ഇല്ലടാ, ചെറിയ മുറിയല്ലേ, വേദനിക്കൊന്നുമില്ല കേട്ടോ. അയ്യോ, എന്റെ കുട്ടി പാവം. കുറെ നേരമായി അമ്മനെ ചോദിക്കണം.
അമ്മേ ഞാൻ എന്തായാലും അവിടേക്ക് ഒന്നും കൂടി പോയിട്ട് വരാം. ആ ചെല്ലു മോനെ, എന്നിട്ട് നീ എനിക്ക് വിളിച്ച് പറയണം കേട്ടോ. ആ അമ്മേ, ഞാൻ അവിടെ എത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളെന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാം. മക്കൾ എന്തെങ്കിലും കഴിച്ചോ അമ്മേ? ഇല്ല മോനെ, ഓരമ്മ വന്നിട്ടുള്ള തിന്നാന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു. അമ്മ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് കുറച്ച് ചോറ് കൊടുക്കേ. അവൾക്ക് ഇനി 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ വരാൻ പറ്റുണ്ടാവുക. മോന് ഫുഡൊന്നും വേണ്ടേ? ഇല്ല അമ്മേ, എങ്ങനെ എനിക്ക് തിന്നാൻ വയ്ക്കുക? എനിക്കൊന്നും തിന്നാൻ പോവില്ല. ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ എന്തായിന്ന് പോയോക്കട്ടെ. മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. വേണ്ട അമ്മേ, അമ്മയും കുട്ടികൾക്കും കഴിക്കാൻ കൊടുക്കട്ടോ. അമ്മയും തിന്നിട്ടോ, അല്ലെങ്കിൽ കുഴങ്ങുള്ളൂ. ശരി മോനെ. മക്കളെ നിങ്ങൾ കരല്ലേ, അമ്മമ്മയും കരയിട്ടോ.